ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ട്. 6:45 തന്നെ ഇവിടെ നല്ല വെളിച്ചമായിട്ടുണ്ട് കേട്ടോ. ലേറ്റ് ആയിട്ടാണ് രാത്രി ആവുകയും ചെയ്യുക. രാവിലെയും പെട്ടെന്ന് തന്നെ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്നൊരു മൂടി കെട്ടിയിട്ടുള്ളൊരു ദിവസം പോലെയായിരുന്നേ. ചൂടൊന്നുമില്ല, അത്യാവശ്യം ചെറിയ രീതിക്ക് കാറ്റുണ്ട്, പിന്നെ ഒരു മഴക്കാറുള്ള പോലെയൊക്കെ ഉണ്ട്. വെയിലൊട്ടും തന്നെ ഇല്ല, ചൂടും ഇല്ലായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്ക് പോയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ചൊക്കെ വാരിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് ചെറുപയറിൻ്റെ കറിയും പുട്ടും ആക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം മലയാളി കടയിൽ പോയിട്ട് പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുട്ടും ചെറുപയറിൻ്റെ കറി ആക്കാൻ വിചാരിച്ചു. ചെറുപയർ കഴുകിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. തലേ ദിവസം പാർന്ന് വെച്ചിട്ടുള്ള തൈര് റെഡി ആയിട്ടില്ല കേട്ടോ. പാലിൻ്റെ എന്തോ സ്മെല്ല്, പാല് ചീത്തയതാണോ അറിയില്ല, തൈരിൻ്റെ സ്മെല്ലൊന്നും ഇല്ല അതിന്. ഒരു എന്തോ ഒരു മണം, അത് കളയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടി ഇതാണ് കേട്ടോ. അജ്മീൻ്റെ പുട്ടുപൊടിയാണ് എപ്പോഴും വാങ്ങിക്കാറ്. ഇത് ആണ് എനിക്ക് എപ്പോഴും ഒന്ന് കുഴച്ചാലൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു പുട്ടുപൊടിയാണ് കേട്ടോ വാങ്ങിക്കുക. പുട്ടുപൊടി ഞാൻ അതിലേക്ക് ഇട്ടപ്പം അതിലെന്തോ ഒരു കറുത്ത പൊടി, ഞാൻ വിചാരിച്ച വല്ല പ്രാണിയേറ്റാൻ ഉണങ്ങിപ്പോയിട്ടാണോ എന്ന് നോക്കുമ്പോൾ എന്തോ വേറെ എന്തോ ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 4 കഷ്ണം പുട്ട് വേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളത്തിലാണ് പുട്ട് വയ്ക്കാറ് കേട്ടോ. പക്ഷേങ്കിൽ വീട്ടിൽ അമ്മ ചൂടുവെള്ളത്തിലാണ് ഒരു പുട്ട് പൊടിക്കുക. അപ്പം തേങ്ങേൻ്റെ ലഭ്യതക്കുറവ് മൂലം ഞാൻ തേങ്ങേൻ്റെ ചിരട്ട വരെ ചിരകിയിട്ട് ആ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടെ തേങ്ങ വേണ്ടിയിട്ട് കുറച്ചും കൂടെ തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങയും അതേപോലെ തന്നെ ക്യാരറ്റും കൂടെ മിക്സ് ആക്കിയിട്ട് ആക്കാമെന്ന്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി അത് കൊളാക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ വീട്ടിൽ ഈ പ്രാവശ്യം പോയപ്പോൾ ആയിരുന്നു അമ്മ ഈ ഒരു പുട്ടിൻ്റെ അകത്ത് അങ്ങ് തേങ്ങ ഇല്ലായിട്ടാണ് കേട്ടോ അമ്മ, അല്ലാണ്ട് ക്യാരറ്റ് ഇട്ടിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയതല്ല, തേങ്ങ ഇല്ലാത്തതിനെ കൊണ്ട് ക്യാരറ്റ് ആക്കിയിട്ടുള്ള പുട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ. കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള പൊടീൻ്റെ അകത്ത് ഈ ഒരു ക്യാരറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുമ്പം അത്ര രസമില്ല. പക്ഷേങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു പുട്ടുപൊടീൻ്റെ അകത്ത് ക്യാരറ്റ് മിക്സ് ചെയ്തിട്ടുള്ള പുട്ടുണ്ടാക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഈ പൊടീൻ്റെ അകത്തേക്കും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് അതിൻ്റെ അകത്തേക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ അകത്തേക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ തേങ്ങയില്ലാത്തതിനെ കൊണ്ട് തേങ്ങയില്ലാത്ത ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ. തേങ്ങയൊന്നും ഇല്ലാതെ ഒരു ചെറുപയറിൻ്റെ കറി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. കേസറോള് കഴുകി വെച്ചിട്ടുണ്ട്. പുട്ട് വെന്ത ശേഷം പെട്ടെന്ന് ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് കട്ടിയായി പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ നല്ല ചൂടും ഉണ്ടാവും, നല്ല സോഫ്റ്റും ആയിരിക്കുമല്ലോ. നച്ചു ഉറങ്ങാണ്, എണീറ്റിട്ടില്ല. ഏട്ടൻ കുളിക്കേറ്റാനാണ്. അങ്ങനെ പുട്ടൊക്കെ റെഡിയായി, കറിയൊക്കെ ആയി ഏട്ടൻ ചായ കുടിച്ച് ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ. ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നേരത്തെ വരും. പുതിയ ആളാണ്, വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളിപ്പം പുതിയതായതിനെ കൊണ്ട് തന്നെ അവർ നേരത്തെ വരും. ചിലപ്പം ഞാൻ വെച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അവർ മുട്ട് വിളിക്കും, ചിലപ്പോൾ വിളിക്കത്തില്ല. അപ്പം ഞാൻ നേരത്തെ തന്നെ പുറത്തതെടുത്ത് വയ്ക്കും. അങ്ങനെ ഇന്ന് എന്തോ ഒരു കാലാവസ്ഥയൊക്കെയാണ്, നന്നായിട്ട് ഇരുടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. മേ ബി ഇവിടെ വൈകുന്നേരം മഴ പെയ്യുമായിരിക്കും. അങ്ങനെ ഇനിയിപ്പം ചോറിൻ്റെ ചായൻ്റെ ഒക്കെ പരിപാടി നോക്കിയിട്ടോ. ഞാൻ സാമ്പാറാണ്, ചായൻ്റെ അല്ല ചോറിൻ്റെ. ഞങ്ങൾ പല്ലൊക്കെ തേച്ച് ഞാനും അച്ഛൻ ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടോ. സാമ്പാറും പയറിൻ്റെ കായും ക്യാരറ്റും കൂടി ഉപ്പേരിയും പിന്നെ വേറെ എന്തെങ്കിലും ആക്കാൻ വിചാരിച്ചു ഏട്ടന്. അപ്പോൾ സാമ്പാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഏട്ടന് ചോറൊക്കെ കൊടുത്ത് വന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ്. 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. കാറ്റെന്ന് പറഞ്ഞാൽ പൊടിക്കാറ്റാണ് കേട്ടോ. ഈ പൊടിക്കാറ്റ് എന്ന് പറയുമ്പോൾ കണ്ണിലേക്കൊക്കെ മണ്ണിങ്ങനെ അടിച്ച് കയറും, അങ്ങനത്തെ പൊടിക്കാറ്റാണ്. കാറ്റിങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ നച്ചു താഴെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളോട് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ കാറ്റ് തീരെ നിൽക്കുന്നില്ല, നല്ലോണം കൂടി വന്നു. ഞാനാണെങ്കിൽ
ആ കാറ്റ് വരുന്ന സമയത്ത് എനിക്ക് ഇവിടെയുള്ള അയലിൽ വിരിച്ചിട്ടത് എടുത്തു കൊണ്ടുവെക്കണമെന്നുള്ള ഓർമ്മയില്ലായിരുന്നു കേട്ടോ. ഞാൻ ടെറസിലൊക്കെ തുണി വിരിച്ചിട്ടിട്ടായിരുന്നേ, അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചു. പക്ഷേങ്കിൽ ഇവിടെ വിരിച്ചിട്ട തുണി എടുത്തു കൊണ്ടുവെക്കണം എന്നുള്ളൊരു ഓർമ്മ എനിക്ക് വന്നില്ല. പിന്നെ കാറ്റ് കൂടി വന്നു. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഗ്ലാസ് ഡോറൊക്കെ അടച്ച് എല്ലായിടെയുള്ള വിൻഡോ ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടച്ചു. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് അയലിൽ വിരിച്ചിട്ടൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇന്നലെ ഒരു കൊടുങ്കാറ്റ് പോലെയുള്ള കാറ്റാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫോണിൽ ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ ശരിക്കും കാണാൻ ഭയങ്കരമാണ് കേട്ടോ. നന്നായിട്ട് പൊടി ഇങ്ങനെ കിടക്കായിരുന്നു. ഏട്ടൻ വരുന്ന സമയത്ത് ബസ്സിനൊന്നും വരാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് പൊടി ഇങ്ങനെ. അപ്പം ഇതാണ് മഴയുണ്ട്, ഇടിയുണ്ട്, മിന്നലുണ്ട്, ഒക്കെ ഇന്നലെ ഒരുമിച്ചാണ് കേട്ടോ വന്നത്. ഭയങ്കര പൊടി. ഞങ്ങൾ ഈ ഒരു ടെറസിൽ കുറച്ച് സമയം നിന്നിട്ടുണ്ടായിരുന്നേ, കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. കാറ്റ് വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏട്ടൻ വന്ന് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ച് വെച്ച് കാറ്റും മഴയൊക്കെ ഒന്ന് പോയപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോയി. ഏട്ടന് എന്തോ ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉള്ളൊരു ഇന്നോർബിറ്റ് മോളുണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. ഏട്ടൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്നോർബിറ്റ് മോളിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി കുറച്ച് സമയം ഇതിലൂടെയൊക്കെ നടന്ന് നേരെ തിരിച്ചു വന്നു കേട്ടോ. നച്ചുനെ ഞാൻ നല്ലോണം ടർക്കീൻ്റെ അകത്ത് പൊതിഞ്ഞെടുത്തതാണ്. അവൾ മഴേൻ്റെ സമയത്ത് താഴെ പോയപ്പം ഇടിയും മിന്നലൊക്കെ വന്നപ്പം അവൾ പേടിച്ചു പോയി. പിന്നെ മുകളിൽ വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവൾക്ക് പനിക്കാൻ തുടങ്ങി. നല്ല ചൂട്. ഞാൻ വിചാരിച്ചു ഈശ്വരാ പനി പിടിച്ചെന്നാ. മഴയൊക്കെ പോയപ്പോൾ പേടിച്ച് പോയിട്ടെറ്റാൻ പനിച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ചൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളെ ഞാൻ നല്ലോണം ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോയതാണ്. ഈ കറണ്ട് ഇല്ലാത്തതിനെ കൊണ്ട് ഏട്ടന് വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്കാക്കി പോകാൻ എന്തോ ഒരു പേടി. അങ്ങനെ ഏട്ടൻ ഞങ്ങളെയും കൂട്ടിയിട്ട് പോയതാണ്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു വടവതര അത്യാവശ്യം വലിയൊരു മോള് എന്ന് പറയുന്നത് ഇതാന്ന് തോന്നുന്നു. ആകെ എനിക്ക് ഈ മോളും അറിയുള്ളൂ കേട്ടോ, വേറെ എനിക്കറിയില്ല. ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നപ്പോഴൊക്കെ അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇന്നോർബിറ്റ് മോളിൽ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അതിലൊക്കെ നിന്ന് സാധനം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഒന്നും തന്നെ ഇല്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.